ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ടോട്ട് ബാഗിൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ തന്നു, വളരെ സന്തോഷം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ ടോട്ട് ബാഗിൻ്റെ ബാക്കി വരുന്ന പോർഷൻ കൊണ്ട് സാധാരണയായിട്ട് ഞാൻ വീട്ടിൽ എനിക്കായിട്ട് 1 ടെക്കിൻ്റെ ഒരു സാരി ബ്ലൗസ് തയ്ക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ആ ടോട്ട് ബാഗിൻ്റെ ബാക്കി വന്ന പോർഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കറക്റ്റ് മെഷറിംഗ് ഉള്ള ഒരു ബ്ലൗസ് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാണ്, അളന്നെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളുടെ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. അത് സാധാരണ 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയാണ് സാധാരണ ഉണ്ടാവാറ്. ഇനി നമ്മൾ തുണി എടുത്തതിന് ശേഷം അതിൻ്റെ നന്നല്ലാത്ത ഭാഗം എടുക്കുക, ബാക്ക് സൈഡ് എടുക്കുക. അതിൽ നിന്ന് ടോട്ടൽ ലെങ്ത് എനിക്ക് തയ്ച്ചതിന് ശേഷം 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ 16 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്യാനാണ് കേട്ടോ, ഫോൾഡ് ചെയ്ത് തയ്ക്കാനാണ്. എന്നിട്ട് ഹുക്ക് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് 4 ഇഞ്ച് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് മുകളിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് 1/2 ഇഞ്ച് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വിട്ടിട്ട് അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. ആ ട്രയാങ്കിള് നമ്മൾ എടുത്തിട്ട് അടിക്കുകയാണ് വേണ്ടത്. ഇതാണ് ടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ടക്ക് ഇട്ടിട്ട് പാരലലായിട്ട് വരുന്ന ബാക്ക് സൈഡിലും സെയിം ഇതേ 4 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും 1/2 ഇഞ്ച് 2 സൈഡിലേക്ക് വിട്ട് ട്രയാങ്കിളായിട്ട് ഇങ്ങനെ നമ്മൾ ടക്ക് അടിച്ചെടുക്കും. ഇതാണ് ടക്ക് ബ്ലൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടക്ക് തന്നെ നമുക്ക് കിട്ടും, പെർഫെക്ഷൻ കിട്ടും ബ്ലൗസിന് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കണമല്ലോ, ഹുക്ക് വെക്കണതിന് നമ്മൾ ഫ്രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമ്മൾ പഴയ ബ്ലൗസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ എൻ്റെ നെക്ക് ലെങ്ത്ത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ ആ 7 ഇഞ്ചസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 7 ഇഞ്ചിൻ്റെ താഴെ എത്ര നീളം വരുന്നുണ്ടോ ആ നീളം നമ്മൾ അളന്നെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ 2 ലൈൻ വരത്തക്ക രീതിയിൽ ലൂപ്പ് വയ്ക്കാനും ഒരു സൈഡ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ ഹുക്ക് വയ്ക്കാനുമാണ് നമ്മൾ സ്ട്രിപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ അതിന് ഒരു പീസ് 2 ഇഞ്ചിൻ്റെയും ഒരു പീസ് 1.5 ഇഞ്ചിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത് വെച്ചാൽ നെക്കിൻ്റെ അവിടുന്ന് താഴേക്ക് എത്ര ലെങ്ത്ത് നോക്കുക. ഇവിടെ 7.5 ഇഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ ക്ലോത്ത് പീസ് ഉണ്ടല്ലോ, അത് 8.5 ഇഞ്ച് എടുക്കുക. അത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് സൈഡുകൾ ഇങ്ങനെ ഒന്ന് മടക്കണം. 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ അടയ്ക്കുക. അപ്പോൾ 2 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ നന്നല്ലാത്ത സൈഡിൽ വെച്ചിട്ട് നല്ല സൈഡിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഒരടി അടിച്ചതിന് ശേഷം രണ്ടാമത് ഒരടിയും കൂടി കൊടുക്കുക. അതവിടെ കാണാം നിങ്ങൾക്ക്, ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലൂപ്പ് വയ്ക്കാനാണ്. ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാനുള്ളത് നല്ല സൈഡിൽ വെച്ചിട്ട് അടിച്ചിട്ട് നന്നല്ലാത്ത സൈഡിലേക്ക് 2 ഫോൾഡ് ചെയ്തിട്ട് മടക്കി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ച് കട്ടിയായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് നല്ല സൈഡിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ നല്ല ബ്ലൗസിൽ പഴയ ബ്ലൗസ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ 2 സ്റ്റിച്ച് വന്ന സ്ഥലത്ത് ലൂപ്പും ഒരു സ്റ്റിച്ച് വന്ന സ്ഥലത്ത് നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പും ഹുക്കും വെച്ച് കൊടുക്കാനുള്ള സ്ട്രിപ്പ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ബ്ലൗസ് റെഡി ആയി കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ്. ഓൾറെഡി നമ്മളുടെ ചുരിദാറിന് നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ടക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിതിൽ ചെയ്യണത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.